സർക്കാരിന്റെ അവകാശ നിഷേധങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് DDE ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ധർണ ഉദ്ഘാടനം ചെയ്തു. KTFന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ധർണാ സമരത്തിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ജില്ലയിൽ റവന്യൂ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു സമരവുമായി ഈ DDE ഓഫീസിന് മുമ്പിൽ നമ്മളെല്ലാവരും ഇരിക്കുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ മറ്റേത് സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായി അധ്യാപക സംഘടനകൾ തൊട്ടതിനും പിടിച്ചതിനുമൊന്നും സമരം ചെയ്യുന്ന ഒരു പാരമ്പര്യമുള്ള സംഘടനയല്ല. ഏറ്റവും ഗതികെടുമ്പോഴാണ്, ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടം വരുമ്പോൾ മാത്രമാണ് അധ്യാപക സമൂഹം സമരരംഗത്തേക്ക് ഇറങ്ങാറുള്ളത്. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തെരുവിൽ നിന്ന് ക്ലാസ് മുറികളിലേക്ക് കയറാൻ പോലും കഴിയാത്ത രീതിയിൽ സമരം ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് നമ്മുടെ സംസ്ഥാനത്തെ അധ്യാപക സമൂഹം എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഭാഷാധ്യാപകരാണ് ഇവിടെ ഇരിക്കുന്നത്. ഭാഷാധ്യാപകരുടെ കാര്യം പ്രത്യേകം എടുത്ത് പരിശോധിച്ചാൽ ഈ നാട് ഭരിക്കുന്ന സർക്കാരിന് അവരോടൊരു ചിറ്റം വന്നയാണ്. അവരെ അധ്യാപക സമൂഹമായി തന്നെ കാണാൻ കഴിയില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാർ. ജില്ലാ പ്രസിഡന്റ് PK അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസ്ഹബ് കീഴരിയൂർ മുഖ്യാതിഥിയായി. KATF സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി നൌഷാദ് കോപ്പിലാൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി MK റഫീഖ് വടകര, ട്രഷറർ I സൽമാൻ, MA ലത്തീഫ്, ഉമ്മർ ചെറൂപ്പ, അബ്ദുസലാം കാവുങ്ങൽ, KK ഷറഫുന്നീസ, സിറാജ്, K ഹസൻ, മുനീർ പേരാമ്പ്ര, TK അബ്ദുൽ അസീസ് തുടങ്ങിയവർ സംബന്ധിച്ചു.